ഈ ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, മാത്രമല്ല പരിശുദ്ധ മുഹറം മാസത്തിലെ തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കടന്നു വരികയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരട്ടെ. ഇത് ആര് ചൊല്ലിയ സ്വലാത്താണെന്നറിയോ? മഹാനായ സയ്യിദി ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. മുത്തുനബി ഇഷ്ടപ്പെട്ട മഹാനാണ്. മുത്തുനബിയെ സർവസ്വത്തെക്കാളും പ്രണയിച്ച മഹാനല്ലേ സയ്യിദുന ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ആ മഹാൻ ചൊല്ലിയ സ്വലാത്ത്. ഇത് സാധാരണ സ്വലാത്തല്ല. ഈ സ്വലാത്തിൽ ഇസ്മുൽ ആദം ഉണ്ടത്രേ, അതുപോലെ അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ ഉണ്ടത്രേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും മേളിക്കുന്ന അതിമനോഹരമായ സ്വലാത്ത്. ഈ സ്വലാത്ത് ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാലേ ഒരു കൊല്ലം പിന്നെ നിങ്ങൾ സങ്കടപ്പെടില്ല. നിങ്ങളെ അള്ളാഹു സന്തോഷിപ്പിക്കും. നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വലാത്തിലൂടെ ടെൻഷനില്ലാത്ത മനസ്സ് തരും. നിങ്ങളങ്ങനെ സന്തോഷം കൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് മുക്തമായൊരു ജീവിതം നയിക്കുന്ന രീതിയിലേക്ക് മാറും ഇൻഷാ അല്ലാ. അത്ര വലിയ അത്ഭുതം നിറഞ്ഞ സ്വലാത്ത്. മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ സ്വലാത്ത് കൊണ്ട് ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാ. അത് ഈ മനോഹരമായ സ്വലാത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ മോശമല്ലേ? നമ്മളെപ്പോലുള്ള വിഡ്ഢികൾ വേറെ ആരാ? അപ്പം കൃത്യമായി അത് ഉപയോഗിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. മനോഹരമായൊരു വ്യാഴാഴ്ച ദിവസം എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ നമുക്ക് സമ്മാനമായി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യാഴാഴ്ചയുടെ പകലിലാണ് നമ്മളുള്ളത്. വ്യാഴാഴ്ച അതിമനോഹരമായ ദിവസമാണ്. വ്യാഴാഴ്ചയുടെ വൈകുന്നേരം സ്വർഗീയ കവാടങ്ങൾ തുറന്നു വെക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നന്മകൾ സുഹൃതങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് കൃത്യം രാത്രി 7:30 മണിക്ക് നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഈ വർഷത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസാൻ ആരും മിസ് ചെയ്യാതെ പരിപൂർണമായി അത് പങ്കെടുക്കുക. അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അമൽ എന്താണ്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അമൽ അത് അസ്സലാത്തു അലൻ നബി അല്ലേ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. സ്വലാത്ത് തന്നെ, മുത്തുനബിയുടെ സ്വലാത്ത്. ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സ്വലാത്ത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഉവൈസുൽ ഖറനി തങ്ങളുടെ സ്വലാത്ത് നമുക്ക് പഠിക്കണം. അതിനു മുൻപ് വെള്ളിയാഴ്ച രാവിലെ അതുപോലെ വെള്ളിയാഴ്ച പകലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച നമുക്ക് എന്താ കിട്ടുക? ഒരുപാട് മഹത്വങ്ങളാണ്. ഒന്നാമത് തന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലെ സുന്നത്ത് കൃത്യമാക്കി എന്നുള്ളൊരു പ്രതിഫലം. വെള്ളിയാഴ്ച സ്വലാത്തിലുള്ള സുന്നത്ത് തന്നെയാണല്ലോ. മുത്തുനബി തങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ ഒരു സുന്നത്ത് അനുഷ്ഠിച്ചു. മറ്റൊന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 50 സ്വലാത്ത് എല്ലാം കഴിയോ? 50 സ്വലാത്ത് ഈ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ എന്താ സംഭവിക്കുക? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സ്വാഫഹ്തുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വല്ലാത്തൊരു സന്ദർഭമുണ്ട് അല്ലേ? മഹ്ശറിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഏതാണ് മഹ്ശറ? സ്വന്തം ഉമ്മ പോലും മോനെ കണ്ടാലും മൈൻഡ് ചെയ്യൂല. നമ്മുടെ പൊന്നുമ്മ, നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പൊന്നുമ്മ, നമുക്കെല്ലാം തന്ന പൊന്നുമ്മ, നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ഹൃദയം പിടപിടക്കുന്ന നമ്മുടെ പൊന്നുമ്മ, ആ പൊന്നുമ്മ പോലും നമ്മളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യൂല, തിരിഞ്ഞു നോക്കൂല. എനിക്ക് വേണ്ട, എനിക്കെൻ്റെ കാര്യം മാത്രം. അല്ലാ ആ ലോകം വരാനുണ്ട്. മക്കൾ പോലും മനത്തിരിഞ്ഞു നോക്കൂല. തൻ്റെ പ്രിയപ്പെട്ടവൻ ഇല്ലേ? ചില സഹോദരിമാരൊക്കെ സങ്കടം പറയും, ഉസ്താദേ എൻ്റെ ഭർത്താവ് അവിഹിത ബന്ധത്തിൽ പെട്ടുപോയി, കരയാണ്. അള്ളാഹു എല്ലാവർക്കും നന്മ കൊടുക്കട്ടെ. നല്ല വഴി ചിന്തിക്കാനും പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അത്രത്തോളം ഭർത്താവിൻ്റെ കാര്യത്തിൽ ആകുലതയുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ. തിരിച്ചു അങ്ങനെ തന്നെ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ അതാ നിൽക്കുന്നു, നോക്കൂല, തിരിഞ്ഞു നോക്കൂല, മൈൻഡ് ചെയ്യൂല, സ്വന്തം കാര്യം മാത്രം. മക്കൾ മനക്കണ്ട, തിരിഞ്ഞു നോക്കൂല, വാപ്പാനെ വേണ്ട. നമ്മൾ എന്ത് കാര്യത്തിനും വാപ്പാടെ അടുക്കൽ ഓടി വന്ന മക്കളാ. ആഖിറത്തിൽ ചെല്ലുമ്പോഴേ വേണ്ട, വാപ്പ വേണ്ട, എനിക്കെൻ്റെ കാര്യം. അപ്പോഴും
നമുക്ക് വേണ്ടി വരാൻ ഒരാളുണ്ടാവുള്ളൂ, ഒരേ ഒരു മനുഷ്യൻ, ഏറ്റവും വലിയ മഹാമനീഷി സയ്യിദി താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളല്ലാതെ ആരാണ്? ആ ലോകത്ത് മുത്തുനബി പറയാം, 50 സ്വലാത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ പതിവാക്കിയാൽ സ്വാഫഹത്തുഹു, ഞാൻ അവൻ്റെ കൈ പിടിച്ചെങ്ങും മുസാഫഹത്ത് ചെയ്യും. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലപ്പുറം എന്ത് ഭാഗ്യമാണ് 50 സ്വലാത്ത്. യാ അല്ലാഹ്, വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ചൊല്ലിക്കൂടെ? പകലിലും എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നിങ്ങൾക്ക് 100 ചൊല്ലാൻ കഴിയുമെങ്കിലോ? യാ അല്ലാഹ്, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങളുടെ 100 ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരും. 100 70 ദുനിയാവിലും 30 ആഖിറത്തിലും. സ്വലാത്തിലിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞോ മക്കളെ. ഡെയിലി 100 സ്വലാത്തെല്ലാം പറ്റുമോ? സ്വലാത്തിലിട്ട് പഠിച്ചോൻ എന്നെ ഇന്നാലിന്ന ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരണേ അല്ലാഹ് പറഞ്ഞോ. അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുമെന്ന് പഠിപ്പിക്കണത് ആരാ? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പ്രത്യേകത, മഅറൂദത്തുൻ അലയ്യ, ഈ വെള്ളിയാഴ്ച രാവിലെയും പകലിലെയും സ്വലാത്തൊക്കെ ഉണ്ടല്ലോ, അത് പ്രത്യേകമായി എന്നെ കാണിക്കപ്പെടും. നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലുക, സബാഹുൽ ഖൈറിലിരുന്ന് ഇങ്ങനെ സ്വലാത്ത് ചെല്ലുമ്പോൾ മുത്തുനബി ഇങ്ങനെ കാണും, ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കും. യാ അല്ലാഹ്, അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ മാറ്റി തീർക്കണേ തമ്പുരാനെ. 5-മത്തേത്, ടെൻഷൻ ഇല്ലാതാകും. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഒരു സ്വഹാബിയോട്, മോനെ നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, നിൻ്റെ ടെൻഷൻ അള്ളാഹു ഇല്ലാതാക്കും. ടെൻഷൻ ഉണ്ടാവില്ല. സ്വലാത്ത് മനസ്സറിഞ്ഞ്, അതായത് മനസ്സറിഞ്ഞ് വർദ്ധിപ്പിക്കണം, മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കണം. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നോ ടെൻഷൻ. നിങ്ങൾക്ക് ടെൻഷൻ സമ്പത്തിൻ്റെ കാര്യത്തിലാണോ, കടത്തിൻ്റെ കാര്യത്തിലാണോ, കച്ചവടത്തിൻ്റെ കാര്യത്തിലാണോ, മക്കളുടെ കാര്യത്തിലാണോ, ഇണകളുടെ കാര്യത്തിലാണോ? എന്ത് ടെൻഷനടോ? സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യന് പിന്നെ ടെൻഷനില്ല. കാരണം ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങൾ അവിടെ വരില്ല. അവൻ്റെ മക്കൾ നന്നാകും, കടമില്ലാതാകും, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും, തൊഴിലിൽ അഭിവൃദ്ധി ലഭിക്കും, മക്കൾ നന്നാകും, അങ്ങനെ സുഖപ്രസവം ലഭിക്കും, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും. എന്ത് ടെൻഷനാണോ നിങ്ങൾക്കുള്ളത് അതൊക്കെ പടച്ചോനങ്ങ് മാറ്റിത്തരും. ഒരൊറ്റ വഴി, അസ്സലാത്തു അല നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. 6-മത്തെ പ്രത്യേകത, മഗ്ഫിറത്ത് ലഭിക്കും. മഗ്ഫിറത്ത്, പാപമോചനം ലഭിക്കും. സ്വലാത്ത് പതിവാക്കിയാൽ പാപമോചനം ലഭിക്കും. പാപമോചനം സിദ്ധിച്ച ഒരു മനോഹരമായൊരു വർഷം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എത്ര വലിയ മഹാഭാഗ്യമാണ്. അപ്പോൾ എങ്ങനെ ചൊല്ലണം? ഹബീബായ തങ്ങളോട് അതിരറ്റ മഹബത്ത് കൊണ്ടങ്ങ് ചൊല്ലണം. അതിരറ്റ മഹബത്ത്. മുത്തുനബിയോട് വെറും സ്വലാത്തെല്ലാം പറഞ്ഞു നമ്മൾ ചൊല്ലുന്നു, അങ്ങനെയല്ലടോ. ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലണം. ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലണം. ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഹൃദയം ഇങ്ങനെ പിടക്കണം, ചുണ്ടുകൾ തരിക്കണം, കണ്ണ് നിറഞ്ഞൊഴുകണം. കാരണം ഇതെൻ്റെ ഹബീബിൻ്റെ പ്രണയകാവ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാനിന്ന് പഠിപ്പിക്കുന്ന ഒരു സ്വലാത്ത്, ഇതാരുടെ സ്വലാത്താണെന്നറിയോ? ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ആരാ ഉവൈസുൽ ഖറനി? ഉവൈസുൽ ഖറനി യമനിലെ ഖറൻ നാട്ടിൽ ഇങ്ങനെ നിൽക്കും. അവിടുത്തെ മാർക്കറ്റിൽ പോയി നിന്നിട്ട് മക്കത്തു നിന്നും മദീനത്തു നിന്നൊക്കെ വരുന്ന മനുഷ്യന്മാർ ഈ കച്ചവട സംഘങ്ങളൊക്കെ കാണുമ്പോൾ വിളിച്ചു ചോദിക്കും, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന. മദീനത്തുനിന്ന് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കുറച്ച് ആളുകൾ പറയും, ഞങ്ങളുണ്ട്, ഞങ്ങൾ മദീനത്തു നിന്നാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഹൽ റഅയ്ത റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടുവോ? നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടുവോ? നഅം, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓടിച്ചെല്ലാണ് യുഖബ്ബിലു ബൈന ഐനൈ, ആ മനുഷ്യരുടെ കണ്ണുകൾക്ക് നടുവിൽ ചുംബനം കൊടുക്കാൻ. എൻ്റെ മുത്തുനബിയെ കണ്ട കണ്ണാണിത്. സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. ആ ഉവൈസ് ഉഹദ് യുദ്ധം നടക്കുന്ന വിവരം അറിയുന്നുണ്ട്. ഇതുപോലൊരിക്കൽ യമനിലെ ഖറൻ നാട്ടിൽ വന്ന് നിന്ന് ആളുകളോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും മദീനത്ത് നിന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടോ? കണ്ടിരുന്നു. അവിടെ ഉഹദ് യുദ്ധം നടക്കാൻ. ആ നടക്കുന്ന വേളയിലെ മുത്തുനബിയുടെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. ഇതങ്ങ് കേട്ടപ്പോൾ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴാൻ. ബോധം തിരിച്ചു കിട്ടുന്ന സമയത്ത് പൊട്ടിക്കരയാൻ. എൻ്റെ ഹബീബിൻ്റെ മുൻപല്ല് പൊട്ടിയെന്നോ? സഹിക്കാൻ പറ്റിയില്ല ആ മനുഷ്യന്. പാറക്കല്ലെടുത്തിട്ട് തൻ്റെ പല്ല് അടിച്ചു പൊട്ടിക്കുക. അപ്പം സംശയം, ഈ പല്ലായിരിക്കില്ല, വേറെ പല്ലായിരിക്കും മുത്തുനബിയുടെ പൊട്ടിയിട്ടുള്ളത്. അടിച്ചു പൊട്ടിക്കുക. എന്തൊരു വേദനയായിരിക്കും. പക്ഷേ ഈ പ്രണയത്തിനൊന്നും പ്രമാണം നോക്കാൻ പറ്റില്ല മക്കളെ. പ്രണയത്തിന് തെളിവ് നോക്കാൻ പറ്റില്ല. അത് പ്രണയിച്ചവനെ മനസ്സിലാവുള്ളൂ. അല്ലാതെ റസൂലുള്ളാഹിനെ വെറും സാധാരണ അറബിപ്പയ്യനായി കണ്ടു നടക്കുന്ന പുത്തൻവാദികൾക്ക് എന്ത് പ്രണയം എൻ്റെ ഹബീബിനോട്.
ഒരു പ്രണയവും അവർക്കില്ല. പ്രണയിക്കാൻ കഴിയില്ല. അവരുടെ കൽബ് അടഞ്ഞു പോയതാണ്. അവർക്ക് വെറും അക്ഷരങ്ങളുടെ മേൽ പണി നടത്താനേ പറ്റുള്ളൂ. ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റൂല. ഉവൈസുൽ ഖറനി പല്ലുകൾ അടിച്ചു പൊട്ടിച്ചു. അവസാനം വായിലൊരൊറ്റ പല്ലില്ല. ആശ്വാസം, എൻ്റെ മുത്തുനബി തങ്ങളുടെ പല്ലേതാണ് പൊട്ടിയതെങ്കിലും ഞാനത് പൊട്ടിച്ചല്ലോ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ ഒരു മുത്തുനബിയെ പ്രണയിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യനിങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രാന്തൻ, പുത്തൻവാദി, കള്ള ഖുറാഫി എന്തൊക്കെ പറയും അല്ലേ? എടോ, നിനക്ക് ഇസ്ലാം അറിയില്ല, നിനക്ക് അള്ളാൻ്റെ ഹബീബിനറിയില്ല, മുത്തുനബിയോടുള്ള പ്രണയം നിനക്കറിയില്ല. കാരണം നിൻ്റെ കൽബടഞ്ഞു പോയി, നീ പുത്തൻവാദങ്ങളിൽ പെട്ടുപോയി, നീ മുബ്തദിഅാണ്, നീ മുനാഫിക്കാണ്. അള്ളാൻ്റെ ഹബീബിനെ പ്രണയിക്കാൻ നിനക്ക് പറ്റില്ലടോ. ഇസ്ലാമിലേക്ക് വന്നില്ല എങ്കിൽ, മുഅ്മിനായില്ല എങ്കിൽ. വേദന കൊണ്ട് പറയണം. ഇത്ര മനുഷ്യന്മാരാണ്. കേട്ട് നിൽക്കുമ്പോൾ സങ്കടം വരും. റസൂലുള്ള സാധാരണ അറബി പയ്യനാണത്രേ. റസൂലുള്ളാഹ്ക്ക് ഒരു പ്രത്യേകതയില്ലത്രേ. പിന്നെ ആർക്കാണ് പ്രത്യേകത? പറയിപ്പിക്കരുത്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ആ ഉവൈസുൽ ഖറനി, ആ പ്രവർത്തനം ചെയ്ത മനുഷ്യനുണ്ടല്ലോ, മുത്തുനബി ഭ്രാന്തനാണെന്നല്ല പറഞ്ഞത്. മുത്തുനബി ആ മനുഷ്യനെക്കുറിച്ച് വട്ടനാണെന്നല്ല പറഞ്ഞത്. മുസ്തജാബു ദഅവ, ദുആഇന് ഉത്തരം കിട്ടുന്ന മനുഷ്യനാണ്. ഉമറേ, ആ മനുഷ്യനെ കണ്ടാൽ ദ്വാരപ്പിച്ചോട്ടോ. ആരോടാ പറയണേ? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഉമർ ബിൻ ഖത്താബിനോട് പറയാ റളിയല്ലാഹു അൻഹു, ഉവൈസിനെ കണ്ടാൽ ദ്വാരപ്പിക്കണേ പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വഹാബത്തിൻ്റെ പ്രണയം, താബിഈങ്ങളുടെ പ്രണയമൊക്കെ അങ്ങനെയാന്നേ. പ്രണയത്തിന് തെളിവ് നോക്കിയാൽ കിട്ടൂല. മുത്തുനബി തങ്ങൾ തുപ്പാൻ വേണ്ടി ഇങ്ങനെ കഫം വായിലേക്ക് ഇങ്ങനെ ഉമിനീര് വരുമ്പോൾ സ്വഹാബത്ത് കൈ നീട്ടിയിരിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിലേക്ക് തുപ്പൂ നബിയെ. കാരണം കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ഇനി ഒരു സുഗന്ധം ഉണ്ടായിരുന്നില്ലെങ്കിലും അഷ്റഫുൽ ഹൽക്കിനോടത്ര പ്രണയമാണ് സ്വഹാബത്തിന്. പക്ഷേ സുഗന്ധമായിരുന്നു മുത്തുനബിയുടെ ഉമിനീര്. അവിടെ നിന്ന് വുളു എടുക്കാൻ നിൽക്കുന്ന സമയത്ത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം, ഖാദു യഖ്തതിലൂൻ, ഒരു യുദ്ധം നടക്കണ പ്രതീതി അവിടെ. കാരണം എന്താ? മുത്തുനബി വുളു എടുക്കാൻ വരുമ്പോൾ അടിയിലേക്ക് ഒരൊറ്റ തുള്ളി വെള്ളം വീഴൂല. ഈ മനുഷ്യന്മാർ സ്വഹാബത്ത് വന്നിങ്ങനെ അടിയിൽ പിടിക്കും, ഞങ്ങളുടെ കയ്യിലേക്ക്. യാ അല്ലാഹ്, അവസാനം വെള്ളം കയ്യിൽ കിട്ടാത്ത ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ സ്വഹാബത്ത് ഓടി വന്നിട്ട് കിട്ടിയ സ്വഹാബിയുടെ കൈ പിടിച്ച് തൻ്റെ ശരീരം മുഴുവൻ തടവുക, അത് ചുംബിക്കുക. ഇതെന്തൊരു പ്രണയാണ്! ഇതൊക്കെയല്ലേ പ്രണയം. അല്ലാതെ നിങ്ങൾ പറയണ പോലെ നിങ്ങൾക്ക് പ്രണയിക്കാൻ അറിയില്ലടോ, നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ അറിയില്ല. നിങ്ങളുടെ മനസ്സ് ഇബ്ലീസ് കൈയടക്കിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ വാഗൊണ്ട് ഖുർആനും ഹദീസ് എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ ഖുർആനിലേക്ക് ഇറങ്ങിയിട്ടില്ല, നിങ്ങൾ അള്ളാനെ അറിഞ്ഞിട്ടില്ല, റസൂലുള്ളാഹിനെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഹദീസ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വെറും അക്ഷരക്കൂട്ടങ്ങൾക്ക് മുകളിൽ കൊട്ടാരം പണിയുന്ന പടുജാഹിലികളാണ്. നിങ്ങൾക്കറിയില്ല റസൂലുള്ളാഹിനെ. അവിടുത്തെ സ്വഹാബത്ത് മനസ്സിലാക്കി, ഉവൈസുൽ ഖറനി മനസ്സിലാക്കി, താബിഈങ്ങൾ മനസ്സിലാക്കി, ഇമാമിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ പ്രണയ കാവ്യങ്ങൾ പോലും എൻ്റെ ഹബീബിന് എഴുതിയത്. സ്വഹാബ, താബിഈങ്ങളിൽ എത്രയെത്ര മഹാരഥന്മാർ! അല്ലാഹ്, ആ മണ്ണിൽ കാല് ചവിട്ടി നടക്കാത്ത മനുഷ്യരുണ്ടായിരുന്നു. മുട്ടിലഴിഞ്ഞു പോകുന്ന ഇമാമിങ്ങൾ, ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള മനുഷ്യർ മദീനയിൽ വന്നാൽ മുട്ടിലഴിഞ്ഞു പോകും. ദീൻ അറിയാത്തത് കൊണ്ടല്ലടോ, ദീൻ പഠിച്ചതുകൊണ്ടാ. ദീൻ പഠിച്ചതുകൊണ്ടാ. അതൊക്കെ സ്നേഹമാണ്. അല്ലാഹ്, ആ മണ്ണിൽ വാഹനത്തിൽ സഞ്ചരിക്കാത്ത എത്രയെത്ര ഇമാമിങ്ങൾ, അവർക്കൊന്നും ദീൻ തിരിഞ്ഞില്ല. നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ദീൻ തിരിഞ്ഞത് അല്ലേ? അള്ളാഹു ഉമ്മത്തിന് ബോധം തരുമാറാകട്ടെ. ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. പക്ഷേ മുത്തുനബിയെ കണ്ടില്ല. കാണാൻ വേണ്ടി ഒരിക്കൽ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്. ഉമ്മാക്ക് വയസ്സായി, രോഗങ്ങളുണ്ട്, പ്രായം ഒരുപാടായി. ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ഉമ്മാ, ഞാൻ എൻ്റെ മുത്തുനബിയെ ഒന്ന് പോയി കണ്ടോട്ടെ. മോനെ, മദീന ഇവിടെ നിന്ന് 1000 കിലോമീറ്റർ ഇല്ലേ, മോൻ പോയിട്ട് പെട്ടെന്ന് വരുമോ? ഉമ്മാക്ക് പ്രയാസമൊക്കെ ഉണ്ട്, ശരീരത്തിനൊന്നും വയ്യ. ഞാൻ വേഗം വരാം ഉമ്മ. ഓടിച്ചെല്ലാണ്. അവിടുത്തെ ഹുജറയിലെത്തി ആയിഷ ബീവിയുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട്, എവിടെയാണ് റസൂലുള്ളാഹ്? കാണാൻ കൊതിയാണ്. 1000 കിലോമീറ്റർ താണ്ടി പാവപ്പെട്ട മെലിഞ്ഞുണങ്ങിയ ഉവൈസ് മനുഷ്യൻ വന്നേക്കാം മദീനയിലേക്ക്. എവിടെ എൻ്റെ റസൂലുള്ളാഹ്? എവിടെ? മുത്തുനബി അവിടെ ഇല്ല. അവിടെ നിന്നൊരു ധർമ്മയുദ്ധത്തിന് പോയിരിക്കുക. എപ്പോൾ വരും എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ ആഴ്ചകൾ, മാസങ്ങൾ തന്നെ ആയേക്കാം. കൽബ് പൊട്ടിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഉമ്മ അവിടെ കാത്തിരിക്കുന്നു. എനിക്കാണെങ്കിൽ പോകാനും പറ്റണില്ല. പക്ഷേ എൻ്റെ ഉമ്മ കാത്തിരിക്കുകയാണ്. ഉമ്മക്ക് എന്തെങ്കിലും പറ്റിയാലോ? സഹിക്കാൻ പറ്റാതെ ഉവൈസ് പതി അവിടെ നിന്ന് പടിയിറങ്ങുന്നുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലഹു ഉമ്മുനുഹു അബാറുൻ ബിഹ. മാനവല്ലാതെ പരിഗണിക്കുന്ന ആളാട്ടോ ഉവൈസ്. അതുകൊണ്ട് തന്നെ മക്കളെ, സഹാബ, നിങ്ങൾ ഉവൈസിനെ കണ്ട ദുആ ചെയ്യിപ്പിക്കണേ. ഉവൈസ് ദുആയിന് ഉത്തരമുള്ളയാളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉവൈസ് ചോദിച്ചാൽ ഉടൻ എന്തും കിട്ടും റളിയല്ലാഹു അൻഹു. മഴ കിട്ടും, എന്തും കിട്ടും. പക്ഷേ സമ്പത്ത് മാത്രം ആ മനുഷ്യൻ ചോദിച്ചില്ല. പാവപ്പെട്ടവനായി ജീവിച്ചു. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ സീസൺ വരുമ്പോൾ ചോദിക്കും, ഖറൻ ദേശക്കാരനായ ഉവൈസ് എന്ന മനുഷ്യൻ വന്നിട്ടുണ്ടോ? ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഇല്ല. നിരാശയാണ്.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഉമർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കറൻ ദേശത്ത് നിന്ന് വന്ന ഉവൈസ് ഉണ്ടോ? അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊരു ആട്ടിടയനുണ്ട്, ആ മനുഷ്യനെ കുറിച്ചാണോ? അതെ 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 അതെ. അയാൾ എവിടെയുണ്ട്? അതെ, ഇന്നാലിന മലഞ്ചെരുവിൻ്റെ ചോട്ടിലുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് ആരാണ്? ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ, സ്വർഗമുറപ്പിച്ച മഹാൻ, പാവപ്പെട്ട സ്വഹാബി പോലും ഇല്ലാത്ത ഉവൈസിനെ തേടി പോവാ. അവിടെ ചെല്ലുമ്പോണ്ട് കഴുതപ്പുറത്താണ് പോണത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അന്ന് 20 രാജ്യങ്ങൾ ഭരിച്ചിരുന്ന മഹാനാണ്, 20 രാജ്യങ്ങളുടെ രാജാവാണ് ആ പോണത് കഴുതപ്പുറത്ത്. അവിടെ ചെല്ല് നിൽക്കുമ്പോൾ അതാ ഉവൈസ് അവിടെ നിൽപ്പുണ്ട്, ആടിനെയൊക്കെ മേച്ച്, ആടിനെയൊക്കെ കുറേ ഭാഗത്ത് തളച്ചിട്ടിട്ട് ആ മനുഷ്യനവിടെ നിസ്കരിക്കുക, നീണ്ട റുക്കൂഉം നീണ്ട സുജൂദും. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, അൻച ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ആമിറിൻ്റെ മകൻ ഉവൈസാണോ? അതെ. നിങ്ങൾ കറൻ കുടുംബക്കാരനാണോ? അതെ, ഞാൻ കറനിയാണ്. നിങ്ങളുടെ വസ്ത്രമൊന്ന് പൊക്കിയിട്ട് വയറൊന്ന് കാണിക്കാമോ? പൊക്കളിന് മുകളിലുള്ള ഭാഗം അവറത്തല്ലല്ലോ, വയറൊന്ന് കാണിക്കാമോ? വയറൊന്ന് കാണിച്ച് പൊക്കിയങ്ങ് കാണിച്ചപ്പോഴത്തേക്കും അവിടെ ചെറിയ ഒരു ദിർഹമിൻ്റെ വട്ടത്തിൽ വെള്ളപ്പാണ്ട് കാണുന്നുണ്ട്. ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ്റെ വയറിൽ ആ കണ്ട വെള്ളപ്പാണ്ടിൽ തുരുതുരാ ചുംബിക്കുകയാണ്. ആര്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, ഇതെന്തായി കാണിക്കുന്നത്? ഓ ഉവൈസുൽ ഖറനി, നിങ്ങളെക്കുറിച്ച് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദുആയിന് ഉത്തരമുള്ളവരാണ്, നിങ്ങളെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു, ആ വെള്ളപ്പാണ്ട് മാറിയിട്ട് അത് ചെറിയ വട്ടത്തിൽ വയറിൽ മാത്രം ഒതുങ്ങി ഒരു ദിർഹമിൻ്റെ വട്ടത്തിൽ അവിടെ വെള്ളപ്പാണ്ടുണ്ടാകുമെന്ന് അന്ന് പ്രവചിച്ചിട്ടുണ്ട് എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഈ പാവപ്പെട്ട ഉമറിന് വേണ്ടി ദുആ ചെയ്യണേ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖർനി തങ്ങൾ ദുആരക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലി അമീറുൽ മുഅ്മിനീൻ, പടച്ചവനെ അമീറുൽ മുഅ്മിനീനായ ഉമറിനെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു യാ റബ്ബനാ, ആ മഹത്തുക്കളൊക്കെ റസൂലുള്ളാഹിനെ എത്ര സ്നേഹിച്ചു, ഞങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയില്ല റബ്ബേ, ഹബീബിനെ പ്രണയിക്കാൻ അറിയില്ല റബ്ബേ. ഞങ്ങൾ അറിവില്ലാത്തവരാണ് അല്ലാഹ്, ന്യൂനതകളേറെയുള്ളവരാണ് അല്ലാഹ്. ഹബീബിനോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ റബ്ബേ. ഹബീബിനെ പ്രണയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പുത്തൻവാദികളാക്കല്ലേ അല്ലാഹ്, മുബ്തദിഅകളാക്കല്ലേ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബിനോട് മഹബത്ത് വെച്ച് സ്വലാത്തു ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ഇമാമിങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഉവൈസിന് ഇത്ര വലിയ ദുആഇന് ഉത്തരം ലഭിക്കാനുള്ള കാരണം? ഉമ്മാനെ വല്ലാതെ പരിഗണിച്ചത് കൊണ്ടാണ്. ഉമ്മാനെ വല്ലാതെ പരിഗണിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. നമ്മുടെ ഉമ്മമാർ പലരും ഖബറിലാണ്, ബാപ്പമാർ ഖബറിലാണ്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഏതായാലും ഈ മനോഹരമായ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലിലും നിങ്ങൾ ചൊല്ലണം ഈ സ്വലാത്ത്. ഇതാരാ പഠിപ്പിച്ചത്? ഈ ആശിഖായ മുത്തുനബിയെ സ്നേഹിച്ച, മുത്തുനബി തന്നെ തിരിച്ച് സ്നേഹിച്ച സയ്യിദുനാ ഉവൈസുൽ ഖറനി തങ്ങൾ ചൊല്ലിയ സ്വലാത്താണ്. ഈ സ്വലാത്തിൽ ഇസ്മുൽ അഅ്ലമാണെന്ന് ഭൂരിപക്ഷം ഇമാമിങ്ങളും പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ മനോഹരമായ ഇസ്മുണ്ട്. അതുപോലെ പാപമോചനം തേടുന്ന ദുആ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. നിങ്ങൾക്ക് പിന്നെ സന്തോഷമാണ്. ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും, ആയുസ് വർദ്ധിക്കുമെന്നൊക്കെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പരിഹാരം. ദുന്യവിയായ കാര്യങ്ങൾക്ക് പരിഹാരം, പാപം പൊറുക്കാൻ പരിഹാരം, ടെൻഷൻ മാറുന്നതിന്, അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രി മാത്രമല്ല, ഓരോ വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും കഴിയുമെങ്കിൽ 11 തവണ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ 11 തവണ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ, എണ്ണം കണക്കാക്കണ്ട, ഇനി എണ്ണം കണക്കാക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 11 അങ്ങനെ അങ്ങോട്ട് പതിവാക്കിക്കോ, എന്നാലും വേണ്ടൂല. അത്ര മഹത്തരമായ സ്വലാത്താണത്. ഏതാണ് ആ സ്വലാത്ത്? നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വഇത്രതിഹി ബിഅദദി കുല്ലി മഅലൂമിൻ ലക്
അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി യാ ഹയ്യു യാ ഖയ്യൂം. ഒരിക്കൽ കൂടെ നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ ഇത്റതിഹി ബിഅദദി കുല്ലി മഅലൂമിൻ ലക അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി യാ ഹയ്യു യാ ഖയ്യൂം. അതിമനോഹരമായ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ഇന്ന് രാത്രി 7:30 മണിക്കുള്ള മജ്ലിസിൽ നമുക്കൊന്ന് ചൊല്ലണം. ഹബീബായ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലണം. എല്ലാവരും ഉണ്ടാവില്ലേ മജ്ലിസിൽ? സമയം തെറ്റാതെ പങ്കെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ഉമ്മയായ സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ മുത്തുനബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം എത്രയായിരുന്നു? കമൻറ്റ് ചെയ്യണം കേട്ടോ. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ എപ്പോഴും നമ്മൾ ഉണർത്തുന്നൊരു കാര്യമാണ്, പരിശുദ്ധമായ ഈ മുഹറത്തിലെ ആദ്യപത്തിൽ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ സഹായം ചെയ്യണം. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ്. മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കും നമ്മൾ ഹദിയകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഹദിയയുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ ഏറ്റെടുക്കുമാറാകട്ടെ. 2 നമ്പറുണ്ട്, ഒരു QR കോഡുണ്ട്. നമ്പറിലേക്ക് അയച്ചിട്ട് പോകുന്നില്ല എങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇനി അയച്ചിട്ട് പോകുന്നില്ല, പ്രയാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് ശ്രമിച്ചു നോക്കാം. ഏതായാലും നമ്മൾ ഈ റിലീഫ് പദ്ധതിയിലൂടെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുമ്പോൾ കരുണക്കടലായ റബ്ബ് നമുക്ക് സമാധാനം നിറഞ്ഞ പ്രയാസങ്ങളില്ലാത്തൊരു വർഷം നമുക്ക് തരൂലേ? ഒരു വർഷമെന്നല്ല, ഒരു ജീവിതം തന്നെ തരാൻ കഴിയുന്ന റബ്ബ് നമ്മൾ ഏറ്റെടുക്കൂലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹ് യാ റബ്ബന. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മജ്ലിസ് വീക്ഷിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ, പ്രായം ചെന്നവർ, വയസ്സായവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇല്ലേ, യുവാക്കൾ, യുവതികൾ, എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ നിന്ന് പോലും നമ്മുടെ മജ്ലിസ് കാണുന്നവർ, വിശുദ്ധ ഭൂമിയിൽ മക്കത്തും മദീനത്തിരുന്ന് കാണുന്നവർ, അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരോ സങ്കടങ്ങൾ കമൻറ്റ് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് അല്ലാഹു അറുതി വരുത്തട്ടെ. അതുപോലെ ചെറിയ കുട്ടികൾ പോലും ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിൽ പോലും കഴിയുന്നവരുണ്ട്. അല്ലാഹു ഖൈറായത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ വിശുദ്ധമായ ദിവസം ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് എല്ലാം സ്വാലിഹായ അമലാക്കണയല്ല. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ മഹബത്ത് നൽകണയല്ല. ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ ചെന്നെത്തുന്ന സ്ഥാനങ്ങളെ ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ പാതയത്തിലൂടെ നടക്കാൻ തൗഫീക്ക് നൽകണയല്ല. ഹബീബിനോടുള്ള മഹബത്ത് നൽകണയല്ല. അത് നിമിത്തം ടെൻഷനില്ലാത്ത കൽബ് നൽകണയല്ല. സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല. കുടുംബ പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങൾ പറഞ്ഞവരുണ്ട്, എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല. എത്ര രോഗികളാണ്, ശിഫ നൽകണയല്ല. പടച്ചവനെ ചൊറി ബാധിച്ച് അസുഖബാധിതരായ ആളുകൾ, മറ്റു പല ബുദ്ധിമുട്ടുകളുള്ളവർ, ആമവാദം പിടിപെട്ടവർ, ക്യാൻസർ, ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എന്ത് പ്രയാസമാണോ ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം നീ ശിഫയാക്കണയല്ല. പടച്ചവനെ സിഹർ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികളുണ്ട്, എത്ര പ്രയാസങ്ങളിലാണുള്ളത്. യാ റബ്ബന, പ്രയാസങ്ങൾ ദൂരീകരിച്ച് സുഖപ്രസവം കൊടുക്കണയല്ല. സിസേറിയൻ പറഞ്ഞവർക്ക് അത് എളുപ്പമാക്കി കൊടുക്കണയല്ല. പടച്ചവനെ, എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് കാവലേകണയല്ല. ഇന്നീ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് രാത്രിയിൽ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ, എല്ലാവർക്കും നീ ഖൈറും റാഹത്തും ജീവിതത്തിലുടനീളം നൽകണയല്ല. പ്രവാസികൾക്ക് ബറക്കത്ത് ചൊരിയണയല്ല. പഠിക്കുന്ന മക്കളുണ്ട്, ജീവിതത്തിൽ ഔന്നത്യം നൽകണയല്ല. സ്വാലിഹീങ്ങളാക്കണയല്ല. അദബുള്ള മക്കളാക്കണയല്ല. വഴികേടി
ഗതികേടിലാക്കല്ലയല്ല. പടച്ചവനെ എല്ലാവിധ ഖൈറും നൽകണയല്ല. യാ റബ്ബന സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണയല്ല, ഇണകളെ നൽകണയല്ല. ഹൈറായ ഭവനം നൽകണയല്ല. നിർമ്മാണം പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. വാഹനത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്, എളുപ്പമാക്കണയല്ല. യാ റബ്ബന കണ്ണേറുകളിൽ നിന്ന് കാവൽ നൽകണയല്ല. അർഹമുർറാഹിമായ റബ്ബേ, പടച്ചവനെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല. ഉള്ളതിൽ ബറക്കത്ത് ചെരിയണയല്ല. പടച്ചവനെ വിശുദ്ധ ഭൂമിയിൽ ചെന്നണയാനുള്ള തൗഫീക്ക് പലയാവർത്തി ഞങ്ങൾക്ക് നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈ മനസ്സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പ്രായം ചെന്നവർ, ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കുമൊക്കെ നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഇതിനു വേണ്ടി ഓടി നടക്കുന്ന, ഇതിൽ ആരുടെയെങ്കിലും കാര്യം പറയുമ്പോൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഒരുമിപ്പിക്കണേ. അല്ലാഹ് ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.